എന്റെ ചോദ്യം, ശബരിമലയുടെ ആ വാപുരൻ ബാപ്പരായൻ എന്നൊക്കെയുള്ള പേരുകളാണ്. അത് ഈ ഗോത്രതന്ത്രം എന്ന് വേണേൽ പറയാം. നാടൻ തന്ത്രത്തിൽ ഭൈരവന്റെ മൂർത്തികൾക്ക് അല്ലെങ്കിൽ ശിവഭൂതഗണങ്ങൾക്ക് ഇടുന്ന പേരാണ് വാപുരൻ അല്ലെങ്കിൽ ബാപ്പരയ്യൻ. ഇപ്പോൾ നമുക്കറിയാം, തുളുനാട്ടിൽ കർണാടകത്തിന്റെ പല പ്രദേശത്തും ബാപ്പരയ്യൻ കോലം കെട്ടി ആട്. ബാപ്പരയ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ഗുളികനെ പോലെയുള്ളൊരു ഭൂതഗണമാണ്. അപ്പൊ അയ്യപ്പനെ യുദ്ധത്തിൽ സഹായിച്ച ഭൂതഗണമാണ് ഈ ബാപ്പരയ്യൻ അല്ലെങ്കിൽ വാപുരൻ അല്ലെങ്കിൽ വാവർ. പക്ഷേ പലരും കള്ളം പറയുന്നത് ഒരു മുസ്ലിം ഫ്രണ്ട് അയ്യപ്പനെ സഹായിച്ചു എന്നാണ് യുദ്ധത്തിൽ. ഏതുപോലെ മുഹമ്മദ് നബിയെ ജൂതന്മാരുടെ ആരാധനാലയം പിടിച്ചടക്കാൻ വേണ്ടി അലി സഹായിച്ചതുപോലെ ഒരു വ്യക്തിയാണ് വാവരെന്ന് ഇവർ പറഞ്ഞുണ്ടാക്കി. ആ പറഞ്ഞുണ്ടാക്കിയത് ആരാണ് ഇതിൽ വലിയ പങ്ക് വഹിച്ചെന്ന് വെച്ചാൽ, നമ്മുടെ തമിഴ് സിനിമയിലെ വില്ലൻ കഥാപാത്രം ചെയ്തിരുന്ന എം.എൻ. നമ്പ്യാരുടെ ഗുരു രാജരത്നം പിള്ളൈ എന്ന് പറയുന്ന ആൾ. അദ്ദേഹം തമിഴ്നാട്ടിലും കേരളത്തിലും മുഴുവനും നാടകങ്ങൾ നടത്തി അയ്യപ്പന്റെ കഥയെ പറ്റി. അപ്പോൾ കടൽ കൊള്ളക്കാരനായ ഒരു വാവരെ അദ്ദേഹം സൃഷ്ടിച്ചതാണ്. കാരണം ഇതൊരു ക്ലൈമാക്സ് വേണ്ടേ സിനിമയ്ക്ക്. അന്നത്തെ സിനിമയാണ് നാടകം, അന്നത്തെ എന്റർടൈൻമെന്റ് ആണ്. അപ്പൊ നാടകത്തിൽ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് രാജരത്നം പിള്ള സൃഷ്ടിച്ചെടുത്ത ഒരു കഥാപാത്രമാണ് അക്രമോത്സുകനായ ഒരു മുസ്ലിം ഭടൻ ബാബർ എന്ന പേര്. അതും അയ്യപ്പന്റെ ചരിത്രവും മതപരമായ സാഹിത്യവും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് പ്രിയപ്പെട്ട അയ്യപ്പ ഭക്തരോട് ഞാൻ പറയുകയാണ്. എം.എൻ. നമ്പ്യാരുടെ ട്രൂപ്പിൽ എം.എൻ. നമ്പ്യാർ തന്നെ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. എം.എൻ. നമ്പ്യാർ പറഞ്ഞു, എന്റെ ഗുരുസ്വാമിയായ രാജരത്നം പിള്ള ഒരു നാടകം ഉണ്ടാക്കിയിട്ട് ആ നാടകത്തിലാണ് അയ്യപ്പന്റെ ഈ കഥകൾ മുഴുവൻ അദ്ദേഹം സൃഷ്ടിച്ച കുറെ കഥകൾ. അയ്യപ്പൻ ജീവിച്ചിരുന്ന കാലഘട്ടം എന്താണ് നേരത്തെ അദ്ദേഹം പറഞ്ഞല്ലോ, ചെമ്പോലയുടെ കഥ പറഞ്ഞല്ലോ. ആ ചെമ്പോലിൽ എന്താ പറയുന്നത്? അയ്യപ്പൻ ജീവിച്ചിരുന്ന കാലഘട്ടം 1025 AD മുതൽ 1050 AD വരെയാണ്. 25 വയസ്സ് വരെ ഭൗതിക ശരീരത്തിൽ ജീവിച്ചുള്ളൂ. എന്നിട്ട് ആ മലയ്ക്ക് മേലേക്ക് അമ്പ ചെയ്ത് കാണിച്ചിട്ട് അവിടെ ശാസ്താപീഠത്തിൽ ഞാൻ ഉണ്ടാവും, സമാധിയിരിക്കും. അപ്പോ സമാധി ഉണർന്ന് വൃശ്ചിക മാസം ഒരു മണ്ഡലകാലത്ത്, അതായത് കാനനത്തിൽ എന്തിനാണ് ഒരാൾ പോയിരിക്കുന്നത്? സമാധാനത്തിന് വേണ്ടിയിട്ട്. കാന്താര സൗന്ദര്യവും കാന്താര ഭംഗിയും കാന്താരത്തിന്റെ മൗനവും അനുഭവിക്കാൻ വേണ്ടിയാണ് ഒരു യോഗി അവിടെ തപസ് ചെയ്യുന്നത്. അവിടേക്ക് പോയിട്ട് ഇല്ലാത്ത കച്ചറയും വഴക്കും ഒന്നുമില്ല. ചുറ്റോടിയിട്ടും ക്രിസ്ത്യാനികൾക്ക് ഭയങ്കര നോട്ടമാണ്. അവിടെ മുഴുവൻ ക്രിസ്ത്യാനികൾ ഒരു രേഖയുമില്ലാതെ കുരിച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പുറത്ത് ഇവര്. അതിലൊരു രസകരമായ സംഭവം എന്താ വെച്ചാൽ, അതൊരു ബിസിനസ് ട്രേഡ് സെന്റർ ആയിട്ടാണ് ഇസ്ലാം കാണുന്നത്. ഇസ്ലാമിന് എന്ത് ട്രേഡും ചെയ്യാം. അത് പള്ളിയായിട്ട് അവർ കണക്കാക്കുന്നില്ല. വരുമാനം വരുന്നതോട് അതിനെ തകർക്കാതിരിക്കാൻ അവർ ശ്രമിക്കുകയാണ്. ഇപ്പൊ വിഡ്ഢികളായി ഹിന്ദുക്കളും കൂട്ടം തലവെച്ച് കൊടുക്കുന്നു മാത്രം, അത് ഇല്ലാതെ. അതായത് ഇസ്ലാം മതത്തെ സംബന്ധിച്ച് വ്യാപാരം എന്തും നടത്താം, വ്യാപാരങ്ങൾ നടത്താൻ അവർക്ക് പ്രയാസമില്ല, കച്ചവടങ്ങൾ നടത്താം. അപ്പൊ അങ്ങനെയുള്ളൊരു കച്ചവടമാണ് എരുമേലിയിലെ പള്ളിയും അതുപോലെ വാവൂർ നടയൊക്കെ അവരെ സംബന്ധിച്ചൊരു കച്ചവടമാണ്. അപ്പൊ അവരെ എന്ത് കച്ചവടം ചെയ്ത് ജീവിക്കാം ഇസ്ലാമിൽ. മാന്യമായ കച്ചവടമാണ്. കുറെ പേര് വരുന്നു, കുറെ വിഡ്ഢികൾ എന്തൊക്കെയോ വിളിച്ചു പോകുന്നു. അവർ തൊടാത്ത ഭസ്മം പ്രസാദമായിട്ട് കൊടുക്കുകയും. പണ്ടൊക്കെ എങ്ങനെയെന്നറിയാം അനിൽജി, ഇവിടുന്ന് കഷ്ടപ്പെട്ട അയ്യപ്പന്മാര് നല്ല ഒന്നാന്തരം കുരുമുളകാണ് കൊണ്ടുപോയിട്ട് അവിടെ കൊടുക്കുക. എവിടെ? വാവർക്ക് കൊടുക്കുന്നു. അപ്പൊ ഈ തങ്ങളോ അല്ലെങ്കിൽ എന്താണ് ആ പർട്ടിക്കുലർ പേഴ്സൺ അത് വാങ്ങി വെച്ചിട്ട് ഹിന്ദുക്കൾക്ക് ഒരു നുള്ളു ഭസ്മം കൊടുക്കും. അപ്പൊ എന്താണ് ഇയാൾ ഭസ്മം തൊടാത്തത്? അയാൾക്കത് വിരുദ്ധമാണ്, ഹറാമാണ്. ഇയാൾ വാങ്ങി വെക്കുന്ന സാധനം എന്താണ്? വിറ്റാൽ നല്ല വില കിട്ടുന്ന കുരുമുളകാണ്. അപ്പൊ ഹിന്ദുക്കളെ പോലെയുള്ള വിഡ്ഢികളെ ലോകത്ത് കിട്ടില്ല കാണാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. എപ്പോഴും നഷ്ടക്കച്ചവടത്തിൽ ആനന്ദം കണ്ടെത്തുന്ന മാസക്കിസ്റ്റുകളെ പോലെ ആയിട്ടുണ്ട്, സ്വയം പീഡിപ്പിച്ച് ആനന്ദിക്കുന്നത്. ഇതിനൊരു മാറ്റം വരേണ്ടതല്ലേ? തീർച്ചയായിട്ടും വേണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ബാപ്പരയൻ എന്ന ഭൂതഗണത്തെ എന്തിനാണ് ഞാൻ പറയാം. മിക്ക ക്ഷേത്രങ്ങൾ, ഇപ്പൊ അജന്ത എല്ലോറയിലെ ശിവക്ഷേത്രം ഒക്കെ ആണെങ്കിലും ഇപ്പോഴും സയന്റിസ്റ്റ് കൊണ്ട് ഞെട്ടുകൊണ്ട് ഇത് മനുഷ്യ സാധ്യമല്ലെന്ന് തീർത്തു പറയണവര്. എന്താ കാര്യം? ഭൂതഗണങ്ങൾ മിക്ക ക്ഷേത്രങ്ങളിലെയും പണിയിൽ അല്ലെങ്കിൽ നിർമ്മാണത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്നാണ് നമ്മുടെ അനുഭവം, വിശ്വാസം. അതുപോലെ തന്നെ അയ്യപ്പന്റെ യുദ്ധത്തിലും അയ്യപ്പൻ സാധാരണ ആളല്ല, ശാസ്താവിന്റെ അവതാരമായിട്ടാണ് നമ്മൾ മാനിക്കുന്നത്. ആ അയ്യപ്പനും ഇതുപോലെ ഭൂതഗണങ്ങളുടെ അതുകൊണ്ട് ഭൂതനാഥനാണല്ലോ, ഭൂതനാഥ സദാനന്ദ എന്നാണല്ലോ ധ്യാന ശ്ലോകം തന്നെ. ആ ഭൂതനാഥനെ സഹായിക്കാൻ ഭൂതഗണങ്ങൾ വന്നിരിക്കാം. അവരിൽ ഒരു ഭൂതഗണമായ ബാപ്പുരനെ അല്ലെങ്കിൽ ബാപ്പരയ്യൻ എന്ന തുളുവ് നാട്ടിലെ ഭൂതഗണത്തെ അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടാവാം. അതിൽ ഇസ്ലാം മതത്തിന്റെ പങ്കെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് പറഞ്ഞാലും ഒരു മതേതരം വരുത്തുക, ലാഭം കൊയ്യുന്നത് ആഗോള സാമ്പത്തിക
സാമ്പത്തിക ശക്തികളായിരിക്കുന്ന രണ്ട് മതങ്ങളാണ്. അതുകൊണ്ട് വാവർ നട എന്ന രീതി, അത് ഇസ്ലാം ഒരു വ്യാപാര സ്ഥാപനം പോലെ കൊണ്ടു നടക്കുകയാണ്. അവിടെ കൊണ്ട് കാശിടുന്നതിനെ പറ്റി ഹിന്ദുക്കൾ 1000 വട്ടം ആലോചിക്കണം. കാരണം ചെയ്യുന്നത് നിങ്ങൾ ഈ ആ ശബരിമല ആചാരത്തിന്റെ ഭാഗമായ ഒരു കാര്യമേ അല്ല എന്ന് തീർത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. ശബരിമലയ്ക്ക് പോകണം, അയ്യപ്പനെ കാണണം.